നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിന് ശേഷം രൂപീകരിക്കപ്പെട്ട വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ അംഗമായ സാഹചര്യത്തിൽ കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനമൊഴിയാൻ സന്നദ്ധത അറിയിച്ച് സണ്ണി ജോസഫ്. ഇതോടെ ഒഴിഞ്ഞുകിടക്കുന്ന കെ.പി.സി.സി പ്രസിഡന്റ് കസേരയിലേക്ക് പുതിയൊരാളെ കണ്ടെത്താനുള്ള ചർച്ചകൾ ഡൽഹിയിൽ അതിവേഗം പുരോഗമിക്കുകയാണ്. വരും ദിവസങ്ങളിൽ തന്നെ പുതിയ അധ്യക്ഷൻ ആരാണെന്ന കാര്യത്തിൽ അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത്. എ.ഐ.സി.സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, കെ.സി. വേണുഗോപാൽ എന്നിവരുമായി വിഷയം വിശദമായി ചർച്ച ചെയ്തു കഴിഞ്ഞു. വിവിധ ഗ്രൂപ്പുകളുടെ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ഹൈക്കമാൻഡ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടവരുടെ ഒരു ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. നിരവധി പ്രമുഖ നേതാക്കളുടെ പേരുകൾ ആദ്യഘട്ടത്തിൽ ഉയർന്നു കേട്ടിരുന്നെങ്കിലും നിലവിൽ പോരാട്ടം രണ്ട് പ്രമുഖ നേതാക്കളിലേക്ക് മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ്. ജോസഫ് വാഴിക്കാൻ, നിലവിലെ മൂവാറ്റുപുഴ എം.എൽ.എ ആയ മാത്യു കുഴൽനാടൻ എന്നിവരാണ് ഹൈക്കമാൻഡിന്റെ ഈ അന്തിമ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. അടുത്ത ആഴ്ച പകുതിയോടെ ഈ രണ്ടുപേരിൽ ഒരാൾ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ കെ.പി.സി.സി അധ്യക്ഷനായി ചുമതലയേൽക്കുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. ഈ രണ്ടു നേതാക്കൾക്കായി പാർട്ടിക്കുള്ളിലെ പ്രമുഖ ഗ്രൂപ്പുകൾ ഡൽഹിയിൽ കടുത്ത സമ്മർദ്ദ തന്ത്രങ്ങളാണ് പ്രയോഗിക്കുന്നത്. ഇതിൽ ജോസഫ് വാഴിക്കാൻ രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനായ നോമിനിയാണ്. അതേസമയം മാത്യു കുഴൽനാടനെ പിന്താങ്ങുന്നത് എ.ഐ.സി.സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ നേരിട്ടാണ്. കേന്ദ്ര നേതൃത്വത്തിൽ ശക്തമായ സ്വാധീനമുള്ള കെ.സി. വേണുഗോപാലിന്റെ പൂർണ്ണ പിന്തുണയുള്ളതുകൊണ്ട് തന്നെ മാത്യു കുഴൽനാടനെ കെ.പി.സി.സി അധ്യക്ഷ പദവിയിലേക്ക് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. എന്നാൽ സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ സമവായങ്ങളും ഗ്രൂപ്പ് സമവാക്യങ്ങളും പരിശോധിക്കുമ്പോൾ വാഴക്കാന്റെ സാധ്യതകളെയും തള്ളിക്കളയാനാവില്ല. മുഖ്യമന്ത്രി പദവി ലഭിക്കാതെ പോയ രമേശ് ചെന്നിത്തല വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ അംഗമാകുന്നതിനായി മുന്നോട്ട് വെച്ച പ്രധാന ഉപാധികളിലൊന്ന് തങ്ങളുടെ ഗ്രൂപ്പുകാരനായ ജോസഫ് വാഴക്കാന് കെ.പി.സി.സി അധ്യക്ഷ പദവി നൽകണമെന്നായിരുന്നു. നിലവിലെ മന്ത്രിസഭയിലെ ഭൂരിപക്ഷം അംഗങ്ങളും കെ.സി. വേണുഗോപാൽ പക്ഷത്തോട് ആഭിമുഖ്യം പുലർത്തുന്നവരാണ്. ഈ സാഹചര്യത്തിൽ സംഘടനയുടെ നിയന്ത്രണം തങ്ങൾക്ക് വിട്ടുകിട്ടണമെന്ന ശക്തമായ നിലപാടിലാണ് രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി വി.ഡി. സതീശനും ഉള്ളത്. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ആദ്യഘട്ടത്തിൽ ഇഴഞ്ഞു നിന്ന രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ വി.ഡി. സതീശൻ അന്ന് മുന്നോട്ട് വെച്ച പ്രധാന ഫോർമുലകളിൽ ഒന്നായിരുന്നു കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനം ഗ്രൂപ്പിന് വിട്ടു നൽകുക എന്നത്. അതുകൊണ്ട് തന്നെ ജോസഫ് വാഴക്കാനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശന് മുന്നിൽ മറ്റ് തടസ്സങ്ങളോ എതിർപ്പുകളോ ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ്. സതീശൻ പക്ഷത്തിന് സ്വന്തമായി ഉയർത്തിക്കാട്ടാൻ പറ്റിയ മറ്റൊരു ശക്തനായ നേതാവില്ലാത്തതും വാഴക്കാന് അനുകൂല ഘടകമായി മാറുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴയിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ച മാത്യു കുഴൽനാടൻ പുതിയ മന്ത്രിസഭയിൽ അംഗമാകുമെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറപ്പിച്ചിരുന്നതാണ്. എന്നാൽ അവസാന ഘട്ടത്തിൽ കോൺഗ്രസിനുള്ളിൽ നടന്ന കടുത്ത ഗ്രൂപ്പ് ബലാബലത്തിൽ മാത്യു കുഴൽനാടന് മന്ത്രിസ്ഥാനം നഷ്ടമാവുകയായിരുന്നു. ഇതിനു പുറമെ മുൻപ് മുസ്ലിം ലീഗിനെതിരെ മാത്യു കുഴൽനാടൻ നടത്തിയ ചില വിവാദ പ്രസ്താവനകളും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നിഷേധിക്കപ്പെടാൻ പ്രധാന കാരണമായിട്ടുണ്ടെന്നാണ് പാർട്ടിക്കുള്ളിലെ സംസാരം. മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട കുഴൽനാടന് പകരം കെ.പി.സി.സി അധ്യക്ഷ പദവി നൽകി അനുനയിപ്പിക്കാനാണ് കെ.സി. വേണുഗോപാൽ പക്ഷം ഇപ്പോൾ ശ്രമിക്കുന്നത്. മറുഭാഗത്ത് ജോസഫ് വാഴക്കാന്റെ രാഷ്ട്രീയ ചരിത്രം തികച്ചും വ്യത്യസ്തവും തിരിച്ചടികൾ നിറഞ്ഞതുമാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മൂവാറ്റുപുഴയിൽ മത്സരിക്കാനായി തയ്യാറായിരുന്ന വാഴക്കാനെ അവസാന നിമിഷം വെട്ടിമാറ്റിയാണ് മാത്യു കുഴൽനാടൻ അന്ന് സ്ഥാനാർത്ഥിയായത്. 2016 മൂവാറ്റുപുഴയിൽ സംഭവിച്ച അതേ ചരിത്രത്തിന്റെ തനി ആവർത്തനമാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജോസഫ് വാഴക്കാനെ തേടിയെത്തിയത്. ഇത്തവണ അദ്ദേഹം മത്സരിക്കാൻ ഉറപ്പിച്ചിരുന്നത് ഏറ്റുമാനൂർ മണ്ഡലത്തിലായിരുന്നു. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ കൈവശമിരുന്ന ഏറ്റുമാനൂർ സീറ്റ് വാഴക്കാന് വേണ്ടി കോൺഗ്രസ് പ്രത്യേകം ചർച്ച നടത്തി ഏറ്റെടുക്കുകയായിരുന്നു. സീറ്റ് ഉറപ്പിച്ചതോടെ വാഴക്കാൻ മണ്ഡലത്തിൽ ആദ്യഘട്ട പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഫ്ലെക്സ് ബോർഡുകളും പ്രചാരണ പോസ്റ്ററുകളും വാഴക്കാന് വേണ്ടി തയ്യാറായി കഴിഞ്ഞപ്പോഴാണ് അപ്രതീക്ഷിത ട്വിസ്റ്റായി സ്ഥാനാർത്ഥിയായി നാട്ടകം സുരേഷ് രംഗത്തെത്തുന്നത്. അങ്ങനെ വീണ്ടും ചരിത്രം ആവർത്തിക്കുകയും വാഴക്കാൻ മത്സര രംഗത്ത് നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. നാട്ടകം സുരേഷിനെ ഏറ്റുമാനൂരിൽ സ്ഥാനാർത്ഥിയായി വഴിവെച്ചതിന് പിന്നിൽ കെ.സി. വേണുഗോപാലിന്റെ ശക്തമായ ഇടപെടലുകളായിരുന്നു ഉണ്ടായിരുന്നത്. തലമുതിർന്ന കോൺഗ്രസ് നേതാവായ ജോസഫ് വാഴക്കാൻ വ്യക്തിപരമായി രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും അടുത്ത അനുയായിയാണ്. അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രി വി.ഡി. സതീശനും ഏറെ സ്വീകാര്യനായ നേതാവാണ്. ഒരുപാട് രാഷ്ട്രീയ അവസരങ്ങൾ നഷ്ടപ്പെട്ട നേതാവെന്ന പരിഗണനയും വലിയൊരു വിഭാഗം നേതാക്കളുടെ പിന്തുണയും ഉള്ളതിനാൽ ഇത്തവണ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വാഴക്കാന് സാധ്യത ഏറെയാണ്. എങ്കിലും മുൻപ് തനിക്ക് തിരിച്ചടികൾ സമ്മാനിച്ച മാത്യു കുഴൽനാടൻ വീണ്ടും അധ്യക്ഷ പദവിക്ക് മുന്നിൽ തലവേദനയായി നിൽക്കുന്നത് വാഴക്കാന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കെ.സി. വേണുഗോപാൽ ഗ്രൂപ്പിന്റെ പ്രധാന മുഖമായ മാത്യു കുഴൽനാടൻ ഇത്തവണയും വാഴക്കാനെ വെട്ടി കെ.പി.സി.സി പ്രസിഡന്റ് പദവി സ്വന്തമാക്കുമോ, അതോ മുതിർന്ന നേതാക്കളുടെ പിന്തുണയോടെ ജോസഫ് വാഴക്കാൻ കോൺഗ്രസിന്റെ അമരക്കാരനാകുമോ എന്ന് കണ്ടറിയാം.